കടയിൽ പിന്നെ പെൻഷൻ കിട്ടും, അതുകൊണ്ട് അങ്ങനെ ജീവിക്കുന്നു. അത്യാവശ്യം നാട്ടുകാർക്ക് സഹകരണം തന്നെയാണ്. ഓ അവരുടെ സഹകരണത്തിലാണോ? അതെ അതെ, എല്ലാവരും സഹകരണമുണ്ട്. 25 വർഷമായില്ലേ? 10-25 വർഷമായി. പഠിച്ചാണ്, ജോലിയൊന്നും കിട്ടിയില്ല. ഹായ് ഗൈസ്, അപ്പോഴേ ഒരുപാട് പഠിച്ചിട്ടും ജോലിയൊന്നും കിട്ടാതായി പോയ ഒരു ചേട്ടനെയാട്ടോ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഞാൻ ഇന്ന് കോങ്ങാട് പോകുന്ന സമയത്ത് മണിക്കശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോട്ടോ ഈ ഒരു ചേട്ടനെ കണ്ടു കേട്ടോ. റോഡരികിൽ പെട്ടിക്കടയിൽ കച്ചവടം ചെയ്യുന്ന ഒരു ചേട്ടനാണ്. അപ്പൊ അങ്ങനെ കണ്ടപ്പോൾ ഞാനൊരു ചേട്ടനത്തിൽ വെള്ളം കുടിക്കാൻ വേണ്ടി പോയതാട്ടോ. അപ്പൊ അങ്ങനെ അടുത്ത് ചെന്നപ്പോ കേട്ടോ ചേട്ടന് കാല് വലിയ സുഖമില്ലാനുള്ള ഒരു കാര്യം കൂടി മനസ്സിലായത്. അപ്പൊ അതുകൊണ്ടും കൂടി ഞാൻ ചേട്ടനൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ടോ. അപ്പൊ അങ്ങനെ നമുക്ക് ചേട്ടനൊന്ന് പരിചയപ്പെടാം. അതുപോലെ തന്നെ ചേട്ടൻ അറിയുന്ന ആളുകളുടെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോവാം. കുറെ 10-25 വർഷമായി. അടുത്ത് തന്നെയാണ്. ഒരാള് ഞാൻ +2 പഠിക്കുക. മകനാണോ? മകൻ. എങ്ങനെ കച്ചവടം? കച്ചവടം കമ്മിയാണ്. അങ്ങനെ ജീവിച്ചു പോകണം. കാലം കൊണ്ടൊന്നും കാലിന് സുഖമില്ല. അത് സഹായത്തിന് അമ്മയുണ്ട്, അനിയനുണ്ട്. ഈ പെട്ടിക്കടയും കൊണ്ടാണ് ഇപ്പൊ ഇത്ര കാലം. അതെ അതെ. പിന്നെ പെൻഷൻ കിട്ടും, അതുകൊണ്ട് അങ്ങനെ ജീവിക്കുന്നു. ഒരു വണ്ടി ഉണ്ട് അല്ലേ? വണ്ടി പഞ്ചായത്ത് നിന്ന് കിട്ടിയാണ്. പഞ്ചായത്ത് കിട്ടിയാണോ? അതൊക്കെ നിർത്താറുണ്ടോ? നിർത്തും. അത്യാവശ്യം നാട്ടുകാർക്ക് സഹകരണം തന്നെയാണ്. ഓ അവരുടെ സഹകരണത്തിലാണോ? അതെ അതെ, എല്ലാവരും സഹകരണമുണ്ട്. 25 വർഷമായില്ലേ? 10-25 വർഷമായി. എന്താ പറയുള്ളത്? വേറെ അങ്ങനെ പോകണം. പഠിച്ചാണ്, ജോലിയൊന്നും കിട്ടിയില്ല. +2 വരെ. പഴയ PDC. ജോലിക്ക് ട്രൈ ചെയ്യുന്നു. ഓ അത് കൂടുതൽ 70% ഉണ്ട്. പറഞ്ഞിട്ട് കിട്ടാണ്ടാണ്. 70% അസുഖമാണ്. അപ്പൊ അത് കാരണം കൊണ്ട് അവര് പറയണത് ജോലി ചെയ്യാനൊക്കെ വരാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവര് കുറെ പ്രാവശ്യം ഇന്റർവ്യൂനൊക്കെ വിളിച്ചു, ജോലിയൊന്നും കിട്ടിയില്ല. മണിക്കശ്ശേരി പറയും. കോങ്ങാട് മണിക്കശ്ശേരി, കോങ്ങാട് പോസ്റ്റ് ഓഫീസ് വരും. കേട്ടില്ല, ഒരു പെങ്ങള് ചേച്ചി. ഓ അതെ അതെ അതെ. വിളങ്ങും ഇഷ്ക കടലിൻ്റെ മോസ പോട്ടി മറിഞ്ഞല്ലോ.